ഇപ്രാവശ്യത്തെ കുവൈറ്റിലെ വ്ളോഗ് ഇടണോ വേണ്ടതെന്ന് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഐ തോട്ട് എന്തായാലും കുറച്ച് വീഡിയോസ് എടുത്തല്ലേ പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് എന്നത്തെയും പോലെ ഉറക്കമൊക്കെ എണീറ്റു റെഡി ആയിട്ട് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അന്ന് വന്നില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് സൂര്യ. അപ്പോൾ അവളെ ഞാൻ ഇന്ന് ലീവ് എടുപ്പിച്ച് നിർത്തിയേക്കുവാണ്, പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതായിരുന്നു കേട്ടോ എൻ്റെ പ്രാവശ്യത്തെ റൂം. എൻ്റെ റൂമിൻ്റെ വ്യൂ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഖത്താർ എയർവേസിൻ്റെ ക്രൂ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാണാം. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിലൊന്നും ട്രൈ ചെയ്യുന്നില്ലേന്ന്. എനിക്ക് ഇൻഡിഗോയിൽ 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്, അതിന് ശേഷം നോക്കണം. ഈ ഹോട്ടലിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രോഡക്റ്റ്സ് എല്ലാം ഡവിൻ്റെ ആട്ടോ. ബോഡി വാഷ് ആയാലും കണ്ടീഷണർ, ഷാംപൂ, ഹാൻഡ് വാഷ്, ബോഡി ലോഷൻ എല്ലാം ഡവിൻ്റെ ആണ്. അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെ ഇതേ ലിഫ്റ്റൊക്കെ കയറി താഴേക്ക് പോവാണ്. ലിഫ്റ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ എത്തി. ഈ സംഭവമല്ലേ ഇത് ബുൾസൈ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ, സണ്ണി സൈഡപ്പ് എന്ന് പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ എന്താണ് ഒരു ന്യൂട്ടെല്ല അങ്ങനെ എന്തൊക്കെയോ മോമോസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ട് ഇതേ എൻ്റെ ഫ്രണ്ട് വരാൻ വെയിറ്റ് ചെയ്യുവാണ്. അവൾ നടന്ന് എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് അവളുടെ റൂമും. അപ്പോൾ ഇതേ നടന്ന് അവൾ വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവൾ വന്നിട്ട് ഞങ്ങൾ ലുലുവിൽ പോകാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ എല്ലാ ടാക്സിയിലും ഞങ്ങൾ നിർത്തി ചോദിച്ചപ്പോൾ എല്ലാവരും 1 KD. ഇവള് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവള് പറഞ്ഞു അത് കൂടുതലാണ്, നമുക്ക് കുറവ് പറയുന്ന ആളുടെ വണ്ടിയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരാൾ വന്നു, അതിന് കുറഞ്ഞ റേറ്റ് പറഞ്ഞിട്ടാണ് ഞങ്ങളിതേ പോയത്. അങ്ങനെ ഇതേ ലുലുവിലെത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു സാധനം മേടിക്കണമായിരുന്നു കേട്ടോ. കുറച്ച് അത്യാവശ്യം റേറ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയിലുള്ള ക്യാഷ് തികഞ്ഞില്ലായിരുന്നു കുവൈറ്റിലെ മണി. അതിനുശേഷം ഞങ്ങൾ അവിടെ ലുലുവിലുള്ള എല്ലാ മലയാളീസിൻ്റെ അടുത്തും പോയി ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ KD തരുമോ എന്ന്. ആരും അങ്ങനെ തരില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അവിടുത്തെ മണിയാണല്ലോ വേണ്ടത്. പിന്നെയാണെങ്കിൽ സൂര്യയുടെയിൽ ഉണ്ട്, പക്ഷെ അവൾ റൂമിൽ പോയി എടുക്കണം. അത് പിന്നെ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഒരു ചേട്ടൻ തന്നു, ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇന്ത്യൻ മണി. അപ്പോൾ ഞങ്ങൾക്ക് KD ആയിട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്ന് തുടങ്ങി. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്, പക്ഷേ ഇവളൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നിർത്തുമ്പോൾ ഇവള് പറഞ്ഞു വേണ്ട നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം, എയർപോർട്ടിൽ സ്റ്റാഫ് മീൽ കിട്ടും, KFC റേറ്റ് കുറവാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ടാക്സി പിടിക്കാൻ നോക്കിയപ്പോൾ ഇവള് പറഞ്ഞു അതും വേണ്ട, നമുക്ക് നേരെ ഇവളുടെ ഹോസ്റ്റലിൽ പോകുമ്പോൾ അവിടെ ഇവർക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് കേട്ടോ, ഇവരുടെ സ്റ്റാഫ് ബസ്. അപ്പോൾ അതിൽ കയറിയാൽ ഫ്രീ ആയിട്ട് കയറി എയർപോർട്ടിൽ പോയി ഇറങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതായിരുന്നു കേട്ടോ അവളുടെ ഫ്ലൈറ്റ്. അങ്ങനെ നടന്ന് ഓടി ഇങ്ങനെയൊക്കെയോ നല്ല കുറച്ച് അത്ര ദൂരമല്ലായിരുന്നു, കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് അവിടെ എത്തിയിട്ട് സ്റ്റാഫ് ബസ് വന്നു, അതിൽ കയറി. ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് അവിടെ ഇറങ്ങാമല്ലോ. നല്ല ക്ഷീണിച്ചിട്ട് ഞങ്ങൾ ഓടി വന്ന് ഭാഗ്യത്തിന് ബസ് കിട്ടി, കാരണം ഇന്ന ടൈം ഉണ്ടല്ലോ അതിന്. അങ്ങനെ അവിടെ എത്തി, KFC എത്തിയിട്ട് സ്റ്റാഫ് മീലൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് മെല്ലെ കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു. അങ്ങനെ ഇതായിരുന്നു കേട്ടോ സ്റ്റാഫ് മീൽ KFCയുടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ കറങ്ങി നടന്നൊന്നും വാങ്ങിയൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകാനും സ്റ്റാഫ് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലും 2 മണിക്ക് എന്തോ സ്റ്റാഫ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അതാകുമ്പോൾ വീണ്ടും ഫ്രീ ആയിട്ട് നമുക്ക് കയറി അവിടെ ഇറങ്ങാമല്ലോ. അങ്ങനെ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ നേരെ പാർക്കിൽ പോയി, കാരണം കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നല്ലോ, വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ അവിടെ അധികം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിൽ പോയപ്പോൾ കണ്ടത് ഈ കാഴ്ചയായിട്ട് ഒരു കൊച്ച് ബോൾ വെച്ച് കളിക്കുകയാണേ. അത് ബോളിങ്ങനെ തട്ടും, അത് താനെ വീഴും, വീണ്ടും അവൻ തട്ടും, അവൻ തന്നെ വീഴും. എനിക്കൊരു അനിയത്തി ഉണ്ടല്ലോ, അവൾ ഇതേ സ്വഭാവം കേട്ടോ, കുരുത്തക്കേടിൻ്റെ ആശാത്തിയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അവളെ ഒരു ദിവസം. ഞാൻ എന്തായാലും അടുത്ത ആഴ്ച വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ പരദൂഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ എന്നെ അവൾ ഹോട്ടലിൽ കൊണ്ടാക്കി. അവൾ തിരിച്ച് പോയി. ഞാൻ റൂമെത്തി. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഇനി കിടന്ന് ഉറങ്ങണം, കാരണം ഫ്ലൈറ്റ് ഉണ്ട് രാവിലെ. ഞാൻ മുഖത്ത് ഫുള്ള് ഈ പെട്രോളും ജെല്ലൊക്കെ തേച്ച് കിടക്കുക കേട്ടോ. അങ്ങനെ കിടന്നിട്ട് ഒരു രക്ഷയില്ല, ഉറക്കം വന്നതേ ഇല്ല, ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. പിന്നും സമയമായ അലാം അടിച്ചു, എണീറ്റു. ഇനി അടുത്ത ഫ്ലൈറ്റിന് പോകാനായിട്ട് റെഡി ആവുകയാണ്, കുവൈറ്റ് ടു കൊച്ചി. എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ട് ഉറങ്ങാഞ്ഞിട്ട്, പക്ഷേ വേറൊരു ഓപ്ഷനും ഇല്ല, ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ. സോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ വിശേഷം. ചെക്കൗട്ട് ചെയ്തു, ഇനി ഫ്ലൈറ്റിന് പോകണം, കൊച്ചി എത്തണം. ഇനി 2 ദിവസം ഓഫാണ്. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.